ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ തോൽവി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. തുടർച്ചയായ തോൽവികൾ അപമാനകരമെന്ന് ചർച്ചയിൽ അംഗങ്ങളും വിമർശിച്ചു. വടകരയിൽ മുതിർന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടും തോൽക്കുന്നു. KK ശൈലജയെ പോലെ ഒരാൾ പോലും വലിയ തോൽവി ഏറ്റുവാങ്ങി. ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പാർട്ടി വളർച്ചയ്ക്കനുസരിച്ച് വോട്ട് ഷെയർ ഉയരുന്നില്ലെന്ന് പ്രവർത്തന റിപ്പോർട്ടിലും പരാമർശം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയിട്ടും പ്രതീക്ഷിച്ച വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഷിത ജഗത്ത് ചേരുന്നു. ഷിത, തോൽവി തന്നെയായിരുന്നു കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലെ പ്രധാന വിഷയമല്ലേ? ധന്യ, ഇന്നലെയാണ് കോഴിക്കോട് CPM ജില്ലാ സമ്മേളനം തുടങ്ങിയത്. ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് ഈ പരാമർശം സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞത്. തുടർച്ചയായുള്ള കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവിയാണ് നേരിടേണ്ടി വന്നത്, ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. തുടർച്ചയായുള്ള തുടർഭരണം കിട്ടിയിട്ട് പോലും തോൽവി നേരിടുകയാണ്. ഇത് പരിശോധിക്കണമെന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ പരാമർശമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തത്. അതിന് പിന്നാലെ അംഗങ്ങൾ ചർച്ചയിലാണ് അംഗങ്ങളും ഇതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള ഒരു തോൽവി, തുടർച്ചയായുള്ള തോൽവി അപമാനകരമാണെന്നാണ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വടകരയുടെ ഒരു പശ്ചാത്തലം കൂടെ ആ ചർച്ചയിൽ ഉയർന്നു വരികയും ചെയ്തു. വടകര പോലുള്ള ഒരു മണ്ഡലത്തിൽ മുതിർന്ന നേതാക്കന്മാരെയാണ് കഴിഞ്ഞ 2 തവണയായി മത്സരിപ്പിച്ചിരുന്നത് മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ അപ്പോൾ പോലും വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങുന്നത്. KK ശൈലജയെ പോലുള്ള അംഗങ്ങൾ പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത് ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിച്ച ഒരാളാണ് KK ശൈലജ. അത്രയേറെ ജനപ്രീതിയുള്ള ഒരാൾ വടകര മത്സരിച്ചിട്ട് പോലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നുള്ള കാര്യം കൂടെ, പഠന വിധേയമാക്കണം എന്നുള്ള കാര്യം കൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപാണ് പാർട്ടി CPM ജില്ലാ സെക്രട്ടറി PM മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആ പ്രവർത്തന റിപ്പോർട്ടിലും ഇതേ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ അടിത്തറ വലിയ രീതിയിൽ തന്നെ വിപുലമായിട്ടുണ്ട്. പാർട്ടിയുടെ അംഗങ്ങൾ കൂടിയിട്ടുണ്ട്, ലോക്കൽ കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. അത്തരത്തിൽ സംഘടന ശക്തി വളരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് വോട്ട് ഷെയർ കൂടുന്നില്ല. തുടർഭരണം ലഭിക്കുമ്പോൾ പോലും വോട്ട് ഷെയർ അതിനനുസരിച്ച് കൂടുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ, ഒരു വിമർശനമാണ് പാർട്ടി സെക്രട്ടറിയുടെ റിപ്പോർട്ടിലും പരാമർശിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ സമ്മേളനം ഇന്നും പൊതുചർച്ച നടക്കുന്നുണ്ട്. ഒപ്പം അതിന് പുറമെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഈ സമ്മേളനത്തിൽ പറയുകയും അംഗങ്ങൾ വിമർശനമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊന്ന് PSC കോഴയാണ്. PSC കോഴ നമുക്കറിയാം, CPM സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നതാണ് PSC നിയമനത്തിന് വേണ്ടി കോഴ വാങ്ങി എന്നുള്ളത്. ആ കോഴക്കാര്യവും സമ്മേളന ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ചു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില അഴിമതികൾ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് സൂചന കിട്ടിയിട്ടും നടപടി എടുത്തിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിലുണ്ടായിരിക്കുന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് DYFI SFI പ്രവർത്തനം വേണ്ടത്ര സജീവമല്ലാതായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പോലും ഇത്തരം വിമർശനം ഉന്നയിച്ചിട്ടും വിമർശനങ്ങൾ വന്നിരുന്നു. എന്നിട്ട് പോലും അതൊരു പ്രവർത്തനം മികവുറ്റ രീതിയിലോ അല്ലെങ്കിൽ കൂടുതൽ സജീവമാക്കാനോ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടെ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. കൂടുതൽ വിമർശനങ്ങളും ഒപ്പം തന്നെ കൂടുതൽ ചർച്ചകളും കൂടെ ഇന്ന് ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി.